ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് we have to consider some important points. What are the points to remember before applying Gauss's theorem? The first point, Gauss's law is true for any closed surface, no matter what is its size and shape. അതായത് ഗോസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ക്ലോസ്ഡ് സർഫസിന് മാത്രമാണ്. ആ സർഫസിൻ്റെ സൈസോ ഷേപ്പോ അതിന് പ്രാധാന്യമില്ല. ദ സർഫസ് ഷുഡ് ബി എ ക്ലോസ്ഡ് വൺ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ദ ടേം Q in Gauss's law includes the sum of all charges enclosed by the surface. അതായത് ഗോസസ് ലോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന Q/ε0, phi equal to Q/ε0, അതിൽ Q എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ് സർഫസിലുള്ള ടോട്ടൽ ചാർജാണ്. അതായത് ഒരു +2 മൈക്രോകൂളും ഒരു -2 മൈക്രോകൂളും, ഇങ്ങനെ രണ്ട് ചാർജസ് ആ സർഫസിനുള്ളിലുണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് 0 ആണ്. +2 -2 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. അപ്പോൾ നെറ്റ് ചാർജ് മീൻസ് the sum of all charges inside the surface, and the charges may be located anywhere inside the surface. ആ സർഫസിനുള്ളിൽ എവിടെയാവാൻ ചാർജിൻ്റെ പൊസിഷൻ. അപ്പോൾ എത്ര ചാർജസ് ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സമ്മാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ടു അപ്ലൈ ഗോസസ് ലോ കൺസിഡർ എ ക്ലോസ് സർഫസ് വിച്ച് എൻക്ലോസസ് ദ ഗിവൺ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു കൺസിഡർ എ ക്ലോസ്ഡ് സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം. എവിടെയെങ്കിലും കൺസിഡർ ചെയ്താൽ പോരാ, ആ സർഫസ് നമ്മൾക്ക് തന്നിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെ എൻക്ലോസ് ചെയ്യണം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിന് ഉള്ളിലായിരിക്കണം തന്നിട്ടുള്ള ചാർജ്. അപ്പോൾ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ, ചാർജ് ഉള്ളിൽ വരുന്ന രീതിയിലാവണം ക്ലോസ്ഡ് സർഫസ്. ആ സർഫസിനാണ് ഗോസിയൻ സർഫസ് എന്ന് പറയാം. അടുത്തത്, സർഫസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ അറ്റ് എവറി പോയിന്റ് മസ്റ്റ് ബി റേഡിയൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് എങ്ങനെയായിരിക്കണം? അതിൽ ഏത് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ റേഡിയൽ ആയിരിക്കണം. റേഡിയൽ മീൻസ് ഇറ്റ് ഷുഡ് ബി അലോങ് ദി റേഡിയസ്. ഇപ്പോൾ സ്ഫെറിക്കൽ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സ്ഫിയറിൻ്റെ റേഡിയസിലൂടെ ആയിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ. ഇനി സിലിണ്ടർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സിലിണ്ടറിൻ്റെ റേഡിയസിലൂടെ ആയിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ. സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണം, സൈസോ ഷേപ്പോ എന്ത് തന്നെയായാലും പ്രശ്നമില്ല. ദെൻ ആ സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജ് വരേണ്ടത്. Q എന്ന് പറയുന്നത് ആ സർഫസിനുള്ളിലുള്ള ടോട്ടൽ ചാർജാണ്. ഈ സർഫസിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയും. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഷുഡ് ബി റേഡിയൽ. ഏത് സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ റേഡിയൽ ആയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. ഫസ്റ്റ് വൺ, to find the electric field due to an infinitely long uniformly charged wire. അതായത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള, വളരെ വളരെ നീളമുള്ള, യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള, അതായത് ചാർജസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വയറാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ വയർ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ ദാറ്റ് വിൽ കൺസിഡർ എ ലൈൻ ഓഫ് ചാർജ് XY എന്നുള്ളൊരു ലൈൻ ഓഫ് ചാർജ് കൺസിഡർ ചെയ്യാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോ മെനി പോസിറ്റീവ് ചാർജസ്. ഇനി നമ്മുടെ ആവശ്യം, അറ്റ് എ പോയിന്റ് P യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. P എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. P എന്നുള്ള പോയിന്റിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് P ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദി ലൈൻ ഓഫ് ചാർജ്. ലൈൻ ഓഫ് ചാർജിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. അപ്പോൾ Pയിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ലൈൻ ഓഫ് ചാർജ് കൊണ്ട് നമുക്കറിയാം അതിൻ്റെ ചുറ്റിലുള്ള പോയിന്റ്സിലൊക്കെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അതിന് വി ആർ ഗോയിങ് ടു അപ്ലൈ ഗോസസ് ലോ. ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഷുഡ് കൺസിഡർ ഗോസിയൻ സർഫസ്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസ് എങ്ങനെയുള്ളതായിരിക്കണം? ഈ ലൈൻ ഓഫ് ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ XY എന്നുള്ള ലൈൻ ഓഫ് ചാർജ് ഉണ്ട്,
ആ ലൈൻ ഓഫ് ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന, ആ ലൈൻ ഓഫ് ചാർജ് ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗോസിയൻ സർഫസ്, ഈ സിലിണ്ട്രിക്കൽ സർഫസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ സിലിണ്ട്രിക്കൽ സർഫസ് കൺസിഡർ ചെയ്തത്. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ സർഫസിൽ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ പി എന്നുള്ള പോയിന്റിൽ ഒരു ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഗോസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഗോസ് തിയറം ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി സർഫസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അതാണ് ഗോസ് തിയറം. അപ്പോൾ ഇവിടെ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഔട്ട്വേർഡ്. പോസിറ്റീവ് ചാർജ് ആണ്. സോ അറ്റ് പി ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പോയിന്റിങ് ഔട്ട്വേർഡ്. മറ്റൊരു പോയിന്റിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ വീണ്ടും അനദർ പോയിന്റ് വിച്ച് ഇസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി ലൈൻ, അതും ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പം ഇങ്ങനെ ഈ ലൈനിൻ്റെ ചുറ്റും ദർ ഇസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ആക്ടിങ്. ആ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ്, വാട്ട് ഇസ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി ഗോസിയൻ സർഫസ്? അപ്പോൾ നമുക്കറിയാം ഒരു സിലിണ്ട്രിക്കൽ ഫേസിൽ ഉള്ള സർഫസിൽ, സിലിണ്ട്രിക്കൽ ഫേസിന് 3 സർഫസസ് ഉണ്ട്. എൻ ഫേസസും പിന്നെ കേർവ്ഡ് ഫേസും. എൻ ഫേസിലുള്ള ഫ്ലക്സ്, എൻ ഫേസ് S1 എന്ന നമ്മുടെ ഫിഗറിൽ S1 എന്ന് മാർക്ക് ചെയ്തത് എൻ ഫേസ് ആണ്. അതായത് ആ സർക്കുലർ ഫേസ്. ആ സർക്കുലർ ഫേസ്, മുകളിലും താഴെയുള്ള സർക്കുലർ ഫേസ്, പിന്നെ കേർവ്ഡ് ഫേസ്, വളഞ്ഞ സർഫസ്. ഇങ്ങനെ 3 സർഫസ് ആണ് സിലിണ്ടറിനുള്ളത്. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ φ = E.ds. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. E.ds ആണ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ S1-ലൂടെയുള്ള ഫ്ലക്സ് വേണം, പിന്നെ രണ്ടാമത്തെ താഴത്തെ സർക്കുലർ ഫേസിലൂടെയുള്ള ഫ്ലക്സ് വേണം, ദെൻ കേർവ്ഡ് ഫേസിലൂടെയുള്ള ഫ്ലക്സ് വേണം. എങ്ങനെ കണ്ടുപിടിക്കും? S1 അല്ലെങ്കിൽ മുകളിലും താഴെയുള്ള സർക്കുലർ ഫേസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് E.ds. E.ds 0 ആണ്, ബിക്കോസ് E ആൻഡ് ഏരിയ വെക്ടർ ആർ പെർപെൻഡിക്കുലർ. അപ്പം മുകളിലത്തെ സർക്കുലർ ഫേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും താഴത്തെ സർക്കുലർ ഫേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കാണിച്ച പോലെയാണ്. ഡിഎസിൻ്റെ ഡയറക്ഷൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. സർക്കുലർ ഫേസ് മാത്രമായിട്ടുള്ള ഫിഗറിൽ ഡിഎസിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയും ഡിഎസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ ഇ ആൻഡ് ഡി എസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആണ്, കോസ് 90 0. സോ ഫ്ലക്സ് ത്രൂ ദി എൻ ഫേസ് വിൽ ബി ഈക്വൽ ടു 0. മുകളിലും താഴെയുള്ള സർക്കുലർ ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് 0 ആണ്. പക്ഷേയോ ദർ ഇസ് നോൺ സീറോ ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് ഫേസ്. കേർവ്ഡ് ഫേസിലൂടെയുള്ള ഫ്ലക്സ് 0 അല്ല. കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ കേർവ്ഡ് ഫേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ അല്ല. അതേസമയം സർക്കുലർ ഫേസ് എൻ ഫേസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ആകെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കേർവ്ഡ് ഫേസിലൂടെയുള്ള ഫ്ലക്സ് മാത്രമാണ്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഫസ്റ്റ് കൺസിഡർ ദ ഗോസ് ലോ, φ = Q/ε0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഓൾസോ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ്, curved face ആണ്. ഫ്ലക്സ് ത്രൂ ദി curved faces E × 2πRL. ഫ്ലക്സിനുള്ള മറ്റൊരു ഇക്വേഷൻ ആണത്, ഈക്വൽ ടു E × 2πRL. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. 2πRL എന്ന് പറയുന്നത് എന്താ? ആ കേർവ്ഡ് ഫേസിൻ്റെ ഏരിയ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് φ = Q/ε0 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷനിൽ φ = E × 2πRL, അതായത് E × ഏരിയ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി × ഏരിയ. ഏരിയ അവിടെ കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് 2 ഇക്വേഷൻസ് ഫോർ ഫ്ലക്സ്. ഇക്വേറ്റ് ചെയ്യാം. E × 2πRL = Q/ε0. ഇനി അവിടെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് Q/L. ലാംഡ = Q/L, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ അതിൽ നിന്ന് യു വിൽ ഗെറ്റ് Q = λL. Q = λL എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് E = മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് E = എന്തെഴുതാം?
ക്യൂവിന് പകരം ലാംഡ എൽ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2πε0 r l. ഓക്കെ, അപ്പോൾ ഇ ഇൻറ്റു 2πr l ഈക്വൽ ടു ക്യൂ ബൈ ε0 എന്നുള്ള ഇക്വേഷനിൽ ക്യൂവിന് പകരം ലാംഡ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈക്കുള്ള ഇക്വേഷൻ എഴുതി ലാംഡ എൽ ബൈ 2πε0 r l. ഇതിൽ ഇ ഈക്വൽ ടു ലാംഡ ബൈ 2πε0 r n ക്യാപ്. എൻ ക്യാപ് ഡിനോട്ട്സ് ദി യൂണിറ്റ് വെക്റ്റർ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ കാണിക്കുന്ന വെക്റ്ററാണ് എൻ ക്യാപ്. സോ ഇറ്റ് ഇസ് ദ റേഡിയൽ യൂണിറ്റ് വെക്റ്ററാണ് എൻ ക്യാപ്. So that gives you the direction of field intensity. So the equation gives you the electric field intensity at a point which lies at a distance r from the line of charge. So you can see that E equal to lambda by 2πε0 r is the electric field intensity. But it depends on the linear charge density lambda and inversely proportional to distance r. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആർ, അതായത് ഇ പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് എഴുതാം. ഈ കേസിൽ ലൈൻ ഓഫ് ചാർജിൻ്റെ കേസിൽ ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. ഇ പ്രൊപ്പോർഷണൽ ടു 1/r. ആൻഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ഇഫ് ചാർജ് ഇസ് പോസിറ്റീവ് ആൻഡ് ഇൻവേർഡ് ഇഫ് ചാർജ് ഇസ് നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദി ഇൻവേർഡ് ഡയറക്ഷൻ. അത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിൻ്റെ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതനുസരിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ. പോസിറ്റീവ് ലൈൻ ഓഫ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേർഡ് ആയിരിക്കും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.